ഓഹ് നല്ല പണിയായിരുന്നു ഒന്ന്. ഫോണെടുത്ത് ശിഷ്യനെ വിളിച്ച് എന്തെങ്കിലും കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ച് 10 ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയത്. കോഫി ഹൗസിലെ മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളില് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടോ? നല്ല ടേസ്റ്റ്, റെഡ് കളറില്. പിന്നെ ഇവിടെ ആന്ധ്രയില് കിട്ടും. 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ടീച്ചറായിട്ടുള്ള അംബിക ക്ലാസ് എടുക്കുന്നത് കോഫി ഹൗസിലെ ബീട്രൂട്ടുള്ള ചുവന്ന മസാല ദോശേനെ പറ്റിയാണ്. നേരെ ബൈക്ക് എടുത്തു. അടുത്തുള്ള കോഫി ഹൗസ് ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറയാണ്. മസാല ദോശ കഴിക്കണം. ഇവിടുത്തെ കട്ട്ലേറ്റിന് ഈ ബീട്രൂട്ടിന്റെ നല്ല സോസ്, അതും നല്ല മുരുമുരാന്നിരിക്കണ കട്ട്ലേറ്റ് കൊണ്ടിട്ട് അപ്പുറത്തെ ടേബിളിൽ ഇരിക്കണവര് നല്ല മുരുമുരാന്നിരിക്കണ കട്ട്ലേറ്റ് സോസ് കൂട്ടി നല്ല പിടുത്തം പിടിക്കുകയാണ്. ഞാൻ തൽക്കാലത്തേക്ക് നല്ല കരിങ്ങാലി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ചേട്ടാ എന്താ വേണ്ട? 2 മസാല ദോശ, 2 സ്ട്രോങ് ചായ. വട കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് ആരോഗ്യമുണ്ട്. ഓ, ആൽഫിനെ സമ്മതിക്കണം. ഇത്ര നല്ല മസാല ദോശ മുമ്പിൽ വന്നിട്ട് അവൻ വീഡിയോ എടുക്കുമല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താൽ നീ ആദ്യം കഴിച്ചോ. പക്ഷെ അവൻ കേട്ടില്ല. ഇതാണ് നമ്മൾ കാത്തിരുന്നത്, ബീട്രൂട്ട്. ബീട്രൂട്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല. അതിൻ്റെ ആ പച്ചപ്പ് ടേസ്റ്റ് ഉണ്ട്. ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും നല്ല ഉള്ളിയും കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട്. അത് ആ ദോശയും ചമ്മന്തിയും കൂടെ കൂട്ടി പിടിക്കുമ്പോൾ ഒരു പിടുത്തമുണ്ട്. ദോശയുടെ ആ മൊരുമൊരുപ്പും നല്ല ചൂടുണ്ടേ. ഈ ചമ്മന്തിയും സാമ്പാറും ഒഴിക്കണേക്ക് മുമ്പ് തന്നെ ഈ ഉള്ളിലെ മസാലയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. സാമ്പാറും ചമ്മന്തിയും ഒരുമിച്ച് കുഴച്ചിട്ട് ഇത് 3 കൂടെ കൂടി കുഴച്ച് കഴിക്കണം. ഒരു പ്രത്യേക വൈബാണ്. അപ്പോഴാണ് ആ ശരിക്കും മസാല ദോശയാവുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ ഈ കടല കലക്കിയൊരു സൈസ് ചമ്മന്തി കിട്ടും. എനിക്കത് ഇഷ്ടമല്ല. സാമ്പാറിലെ കഷ്ണങ്ങൾ കുറവാണ്, പക്ഷെ ചമ്മന്തിയും മസാലയും ദോശയും കുറച്ച് സാമ്പാറും മുരുമരാന്നിരിക്കുന്ന സൈഡും കൂടെ കൂട്ടിയിട്ടൊരു പിടുത്തം പിടിക്കുമ്പോണ്ടല്ലോ, ഒന്നും പറയാനില്ല. പച്ചക്കറി ഇങ്ങനെ വെന്ത് കുഴയരുത്. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഓരോ പച്ചക്കറിക്കും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നായര്. അവൻ കേരളത്തിൽ പുറത്തോ കേരളത്തിലോ എവിടെ പോയാലും മസാല ദോശ അല്ലാണ്ട് ഒരു സാധനം ഓർഡർ ചെയ്യില്ല. അങ്ങനെ ഒരു മസാല ദോശ പ്രാന്തൻ. സാധാരണ അവിടെ ഇവിടെ ആയിട്ട് കുറേ കുരുമുളക് കാണുക, പക്ഷേ കുരുമുളകിൻ്റെ വലിയ ശല്യമില്ല. ചട്നിയിൽ മുക്കി അടിക്കാം. സപ്ലൈർ ചേട്ടൻ മുഖത്ത് നോക്കി ചിരിക്കണേ ഇല്ല. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു കട്ട്ലേറ്റോടെ അങ്ങ് പറഞ്ഞു. കട്ട്ലേറ്റ് കൊള്ളാം, നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് ചട്നി, അതിൻ്റെ ഒപ്പം കുറച്ച് സവാള. ആരൊക്കെ വന്നാലും ചായ വിട്ടുള്ളൊരു കളിയില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ്, പക്ഷെ കൊഴുപ്പ് വളരെ കുറവാണ്. നല്ല വെള്ളം പോലത്തെ ചായ, നല്ല കടുപ്പം. കുഴപ്പമില്ല, മധുരം ഓക്കെയാണ്. ആ കടുപ്പം തലയ്ക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ആ ഒരു മസാല ദോശയുടെ എരിവിൻ്റെ മുകളിലേക്ക് ചായയുടെ കടുപ്പവും മധുരയോടെയും ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്, അതൊരു രക്ഷയില്ല. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, ക്വാളിറ്റി നല്ല ടേസ്റ്റുമാണ്, ഫ്രഷ് ഫുഡാണ്. ഇത് കഴിച്ച് ആർക്കും ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും വരാനില്ല. ആ കട്ട്ലേറ്റിൻ്റെ മുരുമുരപ്പും ആ സോസും പിന്നെ കുറച്ച് സവാളയും കൂടി ഒന്ന് കുഴച്ച് പിടിക്കണം. ഈ ബീട്രൂട്ടിന് സാധാരണ ടൊമാറ്റോ സോസിൻ്റെ അത്രയും കട്ടിയില്ല, അത്രയും കുത്തലുമില്ല. ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു മധുരവും ചെറിയൊരു പുളി. ആ ബ്രെഡിന്റെ കോട്ടിങ്ങിന് വളരെ കട്ടി കേട്ടോ. അതും ഒരു കുറച്ച് മസാല ദോശയും കൂടെ ഒന്ന് ചുരുട്ടി പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈനൽ ഫിനിഷിങ്. നമ്മൾ കഴിച്ച ആഹാരത്തിന് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് അവസാനത്തെ ഉരുള ഇങ്ങനെ പ്ലേറ്റ് വടിച്ച് വായിലേക്ക് വെക്കുമ്പോഴാണ്. കട്ട്ലേറ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കട്ട്ലേറ്റോടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ കട്ട്ലേറ്റ് മാത്രമായിട്ട് പറയണ മോശമായതുകൊണ്ട് ഒരു ചായയോടെ അങ്ങ് പറഞ്ഞു. ആദ്യത്തെ ചായയുടെ ഗ്ലാസ്സിൽ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായി. നാട്ടിൽ വെച്ച് അരിഞ്ഞു. ഇന്നത്തെ ചിക്കനെ കണ്ടുപിടിക്കാൻ ഹേബിയസ് കോർപ്പസ് കൊടുക്കണം. കിഴങ്ങാലോ.
ഇവിടെ ബീട്രൂട്ടിന്റെ അത്ര വലിയ ടേസ്റ്റ് ഇല്ല. സാധാ ടൊമാറ്റോ സോസ് ബെറ്റർ. അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്. ചായ തീരായി. ഒരു ചായയുടെ പറയാം. ആ സവാള കട്ട്ലേറ്റ് പിന്നെ കുറച്ച് സോസും കൂടെ മിക്സ് ചെയ്തൊരു സാധനം. പണ്ട് ബാംഗ്ലൂരിണ്ടായിരുന്നപ്പോ ധരണി വാങ്ങിച്ചൊരു ഗോൽഗപ്പ എന്ന് പറയുന്ന സാധനം. അതിന്റെ ഒരു ടേസ്റ്റ് പറയാം. അപ്പൊ ചായയിൽ ഫിനിഷ്. പാവങ്ങളുടെ പടത്തലവൻ സഖാവ് AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ വിഷന് ലാൽ സലാം.